ഓം ശാന്തി. 14/2/2024 പ്രഭാതമുരളി മധുബൻ. വിശേഷിച്ച് ശിവജയന്തിക്കായി. മധുരമായ കുട്ടികളെ, നിങ്ങൾ സർവോത്തമ സൗഭാഗ്യശാലി ബ്രാഹ്മണ കുലഭൂഷണരാണ്. നിങ്ങൾക്ക് സ്വയം ഭഗവാൻ ആശംസകൾ നൽകുകയാണ്. ചോദ്യം: ബാബ കുട്ടികൾക്ക് സംഗമത്തിൽ തന്നെ സൃഷ്ടിയുടെ വാർത്ത കേൾപ്പിക്കുന്നു, സത്യയുഗത്തിലല്ല. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ സത്യയുഗം തന്നെ ആദിയുടെ സമയമാണ്. ആ സമയത്ത് മുഴുവൻ സൃഷ്ടിയുടെ വാർത്ത, അതായത് ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം എങ്ങനെ കേൾപ്പിക്കും? എപ്പോൾ വരെ കറക്കം പൂർത്തിയായില്ലയോ അതുവരെ വാർത്ത കേൾപ്പിക്കുന്നതെങ്ങനെ? സംഗമത്തിൽ തന്നെയാണ് നിങ്ങൾ കുട്ടികൾ ബാബയിലൂടെ പൂർണ്ണ വാർത്ത കേൾക്കുന്നത്. നിങ്ങൾക്കാണ് ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിക്കുന്നത്. ഓം ശാന്തി. ഇന്ന് ത്രിമൂർത്തി ശിവജയന്തി, ബ്രാഹ്മണ ജയന്തി, സംഗമയുഗ ജയന്തിയുടെ ശുഭദിവസമാണ്. വളരെ പേരുണ്ട് ബാബയ്ക്ക് ഈശ്വരീയ ജന്മസിദ്ധ അധികാരത്തിന്റെ ആശംസകൾ പോലും നൽകാൻ സാധിക്കാത്തവർ. ധാരാളം പേരുണ്ട് അവർക്കറിയുകയേയില്ല ശിവബാബ ആരാണ്, ബാബയിൽ നിന്ന് എന്ത് ലഭിക്കണം. അവർക്ക് ആശംസകൾ എന്ത് മനസ്സിലാകാനാണ്? പുതിയ കുട്ടികൾക്ക് തീർത്തും മനസ്സിലാക്കാനാവില്ല. ഇതാണ് ജ്ഞാനത്തിന്റെ നൃത്തം. പറയാറുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്തിരുന്നു. ഇവിടെ കുട്ടികൾ രാധാകൃഷ്ണന്മാരായി നൃത്തം ചെയ്യുന്നു. കുട്ടികൾക്കറിയാം ഇത് ബാബ് ദാദയാണ്. ദാദയെ മുത്തച്ഛൻ എന്ന് പറയുന്നു. ഈ ദാദയാണ് ഭൗതിക പിതാവ്. ഇത് അത്ഭുതകരമായ കാര്യമായി. ആ ദാദ ആത്മീയമാണ്, ഇത് ഭൗതികവും. ഇവരെ പറയുന്നു ബാബ് ദാദ. അച്ഛനിൽ നിന്ന് ദാദയിലൂടെ സമ്പത്ത് ലഭിക്കുന്നു. സമ്പത്ത് മുത്തച്ഛന്റേതാണ്. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണെങ്കിൽ സമ്പത്ത് അച്ഛനിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ ആത്മാക്കൾക്ക് സ്വന്തം ശരീരം, സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുണ്ട്. എന്നെ നിരാകാരനെന്ന് പറയുന്നു. തീർച്ചയായും എനിക്ക് ശരീരം വേണം. അങ്ങനെയാണ് കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിക്കുക. മനുഷ്യനിൽ നിന്നും ദേവത, പതിതത്തിൽ നിന്നും പാവനമാകുന്നതിനുള്ള മാർഗം പറഞ്ഞു തരിക, അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച വസ്ത്രം അലക്കുക. തീർച്ചയായും വലിയ അലക്കുകാരനാവും. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളെയും ശരീരത്തെയും അലക്കുന്നു. ജ്ഞാനയോഗത്തിലൂടെ നിങ്ങൾ ആത്മാക്കളെ അലക്കുന്നു. ഇന്ന് നിങ്ങൾ കുട്ടികൾ വന്നിരിക്കുന്നു. അറിയാം, ഞങ്ങൾ ശിവബാബയ്ക്ക് ആശംസകളേകാൻ വന്നിരിക്കുകയാണ്. ബാബ പിന്നെ പറയുന്നു, നിങ്ങൾ ആർക്കാണോ ആശംസകൾ നൽകുന്നത് ആ ബാബയും നിങ്ങൾ കുട്ടികൾക്ക് ആശംസകൾ നേരുന്നു. എന്തെന്നാൽ നിങ്ങൾ വളരെ സൗഭാഗ്യശാലി സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണരാണ്. ദേവതകൾ ഇത്രയും ഉത്തമരല്ല, നിങ്ങളുടെ അത്രയും. ബ്രാഹ്മണർ ദേവതകളെക്കാൾ ഉയർന്നവരാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ബാബ. പിന്നെ ആ ആൾ വരുന്നു ബ്രഹ്മ ശരീരത്തിൽ. ബാബയുടെ മക്കൾ നിങ്ങൾ ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണരാകുന്നു. ബ്രാഹ്മണരുടെയാണ് കുടുംബ, അതിന് താഴെയാണ് ദേവതകൾ, ഏറ്റവും മുകളിലാണ് ബാബ. ബാബയാണ് നിങ്ങൾ കുട്ടികളെ ബ്രാഹ്മണ ബ്രാഹ്മണിമാരാക്കിയത്. സ്വർഗത്തിന്റെ സമ്പത്ത് നൽകാനാണ്. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തല കുമ്പിടുന്നു. ഭാരതവാസികൾ ഇതറിയണം, ഇവരും മനുഷ്യരാണ്. ലക്ഷ്മി നാരായണൻ രണ്ടുപേരും വേറെ വേറെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യന് 2 പേരിട്ടിരിക്കുന്നു. ഒരാളുടെ പേര് ലക്ഷ്മി നാരായണൻ,
അതായത് സ്വയം വിഷ്ണു ചതുർഭുജം എന്ന് പറയുന്നു. ലക്ഷ്മി നാരായണൻ അഥവാ രാധാകൃഷ്ണൻ എന്ന് പേരിട്ടിട്ടുണ്ട്. അപ്പോൾ ചതുർഭുജമായില്ലേ? ആ വിഷ്ണു സൂക്ഷ്മവതനത്തിന്റെ ലക്ഷ്യമാണ്. നിങ്ങൾ ഈ വിഷ്ണുപുരിയുടെ യജമാനരാകും. ഈ ലക്ഷ്മി നാരായണൻ വിഷ്ണുപുരിയുടെ യജമാനരാണ്. വിഷ്ണുവിന് 4 കൈകളാണ്. 2 ലക്ഷ്മിയുടെയും 2 നാരായണന്റെയും. നിങ്ങൾ പറയും, ഞങ്ങൾ വിഷ്ണുപുരിയുടെ യജമാനരാവുകയാണ്. നല്ലത്. ബാബയുടെ മഹിമയുടെ ഗീതം കേൾപ്പിക്കൂ. ബ്രാക്കറ്റിൽ എത്ര മധുരം, എത്ര പ്രിയങ്കരൻ ശിവഭോല ഭഗവാൻ. മുഴുവൻ ലോകത്തും ഒരാൾക്കൊഴിച്ച് ആരംഭം മുതൽ ഇപ്പോൾ വരെ യാതൊരു മഹിമയും ഇത്രക്കില്ല. നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. ഏറ്റവും കൂടുതൽ സർവോത്തമ മഹിമ ഉയർന്നതിലും ഉയർന്ന പരമപിത പരമാത്മാവിന്റേതാണ്. ആ ആളുടെ മക്കളാണ് നിങ്ങളെല്ലാവരും. പറയുന്നു, നാം ഈശ്വരീയ സന്താനങ്ങളാണ്. ഈശ്വരനാണെങ്കിൽ സ്വർഗത്തിന്റെ രചയിതാവാണ്. പിന്നെ നിങ്ങൾ നരകത്തിൽ എന്തിനു കിടക്കുന്നു? ഈശ്വരന്റെ ജന്മം ഇവിടെയാണ്. ക്രിസ്ത്യാനികൾ പറയും, ഞങ്ങൾ ക്രിസ്തുവിന്റെയാണ്. ഇവിടെ ഭാരതവാസികൾ മറന്നുപോയിരിക്കുന്നു, നാം പരമപിത പരമാത്മാ ശിവന്റെ നേരിട്ടുള്ള മക്കളാണ് എന്ന്. ബാബ ഇവിടെ വരുന്നു, കുട്ടികളെ തന്റേതാക്കി രാജ്യഭാഗ്യം നൽകുവാൻ. ഇന്ന് ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു. എന്തെന്നാൽ പുതിയവരും ധാരാളമുണ്ട്. ഇവർക്ക് മനസ്സിലാക്കിക്കുക പ്രയാസമാണ്. ശരി, എന്നിരുന്നാലും സ്വർഗവാസിയാകുന്നു. സ്വർഗത്തിൽ സൂര്യവംശി രാജാ റാണിയുമുണ്ട്, ദാസദാസിമാരുമുണ്ട്, പ്രജകളും ഉണ്ടാകുന്നു. അവരിൽ ചിലർ ദരിദ്രർ, ചിലർ ധനികരാകുന്നു. അവർക്കും ദാസദാസികൾ ഉണ്ടാകുന്നു. മുഴുവൻ രാജധാനിയും ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇതാണെങ്കിൽ മറ്റാർക്കും അറിയുകയില്ല. എല്ലാവരുടെയും ആത്മാവ് തമോ പ്രധാനമാണ്. ജ്ഞാനത്തിന്റെ 3ാം നേത്രം ആർക്കുമില്ല. ബ്രാക്കറ്റിൽ ഗീതം. ഇപ്പോൾ ബാബയുടെ മഹിമ കേട്ടു. അത് എല്ലാവരുടെയും അച്ഛനാണ്. ഭഗവാനെ അച്ഛനെന്ന് പറയുന്നു. പരിധിയില്ലാത്ത സുഖം നൽകുന്ന പിതാവ്. ഇതേ ഭാരതത്തിലായിരുന്നു പരിധിയില്ലാത്ത സുഖം ഉണ്ടായിരുന്നത്. ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത്. ഈ ലക്ഷ്മി നാരായണൻ ചെറുപ്പത്തിൽ രാധാകൃഷ്ണനാണ്. പിന്നീട് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ എന്ന പേര് വീഴുന്നു. ഈ ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുൻപ് ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നു. ലക്ഷ്മി നാരായണനല്ലാതെ ആരുടെയും രാജ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഖണ്ഡവുമില്ല. അപ്പോൾ ഇനി ഭാരതവാസികൾക്കും തീർച്ചയായും അറിയണം, ലക്ഷ്മി നാരായണൻ മുൻ ജന്മത്തിൽ എന്ത് കർമ്മമാണ് ചെയ്തത്. എന്ത് കർമ്മം ചെയ്തിട്ടാണ് ബിർള ഇത്രയും പണക്കാരനായത് എന്ന് പറയാറുണ്ടല്ലോ. തീർച്ചയായും പറയും, മുൻ ജന്മത്തിൽ ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ചിലരുടെ അടുക്കൽ ധാരാളം ധനമുണ്ട്, ചിലർക്ക് കഴിക്കാൻ ലഭിക്കുന്നില്ല. എന്തെന്നാൽ അങ്ങനെയുള്ള കർമ്മമാണ് ചെയ്തിട്ടുള്ളത്. കർമ്മങ്ങളെ അംഗീകരിക്കുന്നു. കർമ്മം, അകർമ്മം, വികർമ്മത്തിന്റെ ഗതി ഗീതയുടെ ഭഗവാൻ കേൾപ്പിച്ചിരുന്നു. അതിന്റെ മഹിമ കേട്ടിട്ടുണ്ട്. ശിവഭഗവാൻ ഒന്നാണ്. മനുഷ്യനെ ഭഗവാൻ എന്ന് പറയില്ല. ഇപ്പോൾ ബാബ എവിടെ വന്നു? മനസ്സിലാക്കി തരുന്നു. മുന്നിൽ മഹാഭാരത യുദ്ധം നിൽക്കുകയാണ്. അപ്പോൾ മധുരമധുരമായ ബാബ മനസ്സിലാക്കി തരികയാണ്. ഈ ബാബയെ ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു, ദുഃഖത്തിൽ സ്മരിക്കുന്നു എല്ലാവരും. ശിവബാബയെ ദുഃഖത്തിൽ എല്ലാവരും സ്മരിക്കുന്നു. സുഖത്തിൽ
ആരും സ്മരിക്കുന്നില്ല. സ്വർഗത്തിൽ ദുഃഖമുണ്ടായിരുന്നില്ല. അവിടെ ബാബയിൽ നിന്ന് നേടിയ സമ്പത്തായിരുന്നു. 5000 വർഷം മുൻപ് ശിവബാബ വന്നപ്പോൾ ഭാരതത്തെ സ്വർഗമാക്കി. ഇപ്പോൾ നരകമാണ്. ബാബ വന്നിരിക്കുന്നത് സ്വർഗമുണ്ടാക്കാനാണ്. ലോകത്തിനാണെങ്കിൽ അറിയുകയേയില്ല. പറയുന്നു, നാം എല്ലാം അന്ധരാണ്. അന്ധർക്ക് ഊന്നുവടിയായ അങ്ങ് പ്രഭു വരൂ, വന്ന് കണ്ണുകൾ പ്രദാനം ചെയ്യൂ. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചിരിക്കുന്നു. എവിടെയാണോ നാം ആത്മാക്കൾ വസിക്കുന്നത് അതാണ് ശാന്തിധാമം. ബാബയും അവിടെയാണ് വസിക്കുന്നത്. നിങ്ങൾ ആത്മാക്കളും ഞാനും വസിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഞാൻ നിങ്ങളെല്ലാ ആത്മാക്കളുടെയും അച്ഛൻ അവിടെ വസിക്കുന്നു. നിങ്ങൾ പുനർജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാകുന്നു. ഞാൻ ആകുന്നില്ല. നിങ്ങൾക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, ഹേ കുട്ടികളെ, നിങ്ങൾ സ്വന്തം ജന്മങ്ങളെ അറിയുന്നില്ല. 84 ലക്ഷം ജന്മമെന്ന് പറയുന്നു. ഇത് അസത്യമായ കാര്യമാണ്. ഞാൻ ജ്ഞാനസാഗരനായ പതീത പാവനനാണ്. ഞാൻ വരുന്നത് എല്ലാവരും പതീതരായിരിക്കുമ്പോഴാണ്. അപ്പോഴാണ് വന്ന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തന്ന് ത്രികാലദർശി ആക്കുന്നത്. ധാരാളം പേർ ചോദിക്കുന്നു, ആദ്യമാദ്യം മനുഷ്യർ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? ഭഗവാൻ സൃഷ്ടി എങ്ങനെ രചിച്ചു? ഒരു ശാസ്ത്രത്തിലും കാണിക്കുന്നുണ്ട്, പ്രളയമുണ്ടായി, പിന്നെ സാഗരത്തിൽ ആലിലയിൽ കുട്ടി ശ്രീകൃഷ്ണൻ വന്നു എന്ന്. ബാബ പറയുന്നു, ഇങ്ങനെ ഒരു കാര്യവുമില്ല. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. പകലാണ് സത്യയുഗം ത്രേത, രാത്രിയാണ് ദ്വാപര കലിയുഗങ്ങൾ. കുട്ടികൾ ബാബയ്ക്ക് ആശംസ ഏകുകയാണ്. ബാബ പറയുന്നു, തത്വം. നിങ്ങളും 100% ദുർഭാഗ്യശാലിയിൽ നിന്ന് 100% സൗഭാഗ്യശാലിയാകുന്നു. നിങ്ങൾ ഭാരതവാസികൾ അവരായിരുന്നു, എന്നാൽ നിങ്ങൾക്കറിയില്ല. ബാബ വന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ സ്വന്തം ജന്മങ്ങളെ അറിയുന്നില്ല. ഞാൻ വന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തു. ബാബ നിങ്ങൾക്ക് സംഗമത്തിൽ മുഴുവൻ സൃഷ്ടിയുടെയും വാർത്ത മനസ്സിലാക്കി തരുന്നു. സത്യയുഗത്തിൽ കേൾക്കുകയില്ല. എപ്പോഴാണോ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യം ഉണ്ടാകാത്തത്, അപ്പോൾ സൃഷ്ടിയുടെ വാർത്ത എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? ഞാൻ വരുന്നത് അന്തിമത്തിലാണ്, കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ. ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു, യുഗേ യുഗേ, അതായത് ഓരോ യുഗത്തിലും. ശ്രീകൃഷ്ണ ഭഗവാനു വാച, ഗീതയിൽ എഴുതിയിരിക്കുന്നു. ഭഗവാൻ നിരാകാരനാണ്, എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. അച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. പരമാത്മാവിനെ സർവവ്യാപി എന്ന് പറയുന്നതിലൂടെ പിതാക്കളാകുന്നു. പിതാവിന് സമ്പത്ത് ലഭിക്കുമോ? സമ്പത്ത് മക്കൾക്കാണ് ലഭിക്കുന്നത്. നിങ്ങൾ ആത്മാക്കളെല്ലാവരും മക്കളാണ്. അച്ഛന്റെ സമ്പത്ത് തീർച്ചയായും വേണം. പരിധിയുള്ള സമ്പത്തിൽ നിങ്ങൾ തൃപ്തരല്ല, അതാണ് വിളിക്കുന്നത്. അങ്ങയുടെ കൃപയിലൂടെ സുഖം അളവറ്റത് നേടുന്നു. ഇപ്പോൾ രാവണനിലൂടെ ദുഃഖം ലഭിക്കുന്നതിനാൽ വിളിക്കാൻ ആരംഭിക്കുന്നു. എല്ലാ ആത്മാക്കളും വിളിക്കുന്നു, എന്തെന്നാൽ ഇവർക്ക് ദുഃഖമാണ്. അതിനാൽ ഓർമ്മിക്കുന്നു, ബാബ വന്ന് സുഖം നൽകൂ. ഇപ്പോൾ ഈ ജ്ഞാനത്തിലൂടെ സ്വർഗത്തിന് അധികാരികളാകുന്നു. നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. അതിനാൽ പാടുന്നു, സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു പിതാവ്. ഇപ്പോൾ എല്ലാവരും ദുർഗതിയിലാണ്. പിന്നെ എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകുന്നു.
ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സ്വർഗത്തിലായിരുന്നു. ബാക്കിയെല്ലാവരും മുക്തിധാമത്തിലായിരുന്നു. ഇപ്പോൾ നാം ബാബയിലൂടെ രാജയോഗം പഠിക്കുന്നു. ബാബ പറയുന്നു, കൽപ്പത്തിന്റെ സംഗമത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവത ആക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ രഹസ്യവും മനസ്സിലാക്കി തരുന്നു. ശിവരാത്രി എപ്പോഴാണ് ഉണ്ടായത്? ഇത് അറിയേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? ശിവ് ബാബ എപ്പോൾ വന്നു? ഒന്നും അറിയുന്നില്ല. അതിനാൽ കല്ല് ബുദ്ധിയായില്ലേ? ഇപ്പോൾ നിങ്ങൾ പവിഴബുദ്ധി ആവുകയാണ്. ഭാരതം പവിഴപുരിയും സ്വർണിമയുഗവുമായിരുന്നു. ലക്ഷ്മി നാരായണനെയും ഭഗവാൻ ഭഗവതി എന്നാണ് പറഞ്ഞിരുന്നത്. അവർക്ക് സമ്പത്ത് ഭഗവാൻ നൽകിയതാണ്. ഇനിയും നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ വീണ്ടും ഭഗവാൻ ഭഗവതി ആക്കുകയാണ്. എപ്പോഴും ഇത് നിങ്ങളുടെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ബാബ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇതിനെ പറയുന്നു രുദ്രജ്ഞാന യജ്ഞം. അതെല്ലാം ഭൗതിക യജ്ഞമാണ്. ഇതാണ് ജ്ഞാനത്തിന്റെ കാര്യം. ഇതിൽ ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നു. നിങ്ങൾ ആശംസകൾ നൽകുകയാണ് ശിവബാബയുടെ വരവിന്. ബാബ വീണ്ടും പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. എനിക്കും ശരീരം ആവശ്യമാണ്. ബ്രഹ്മശരീരത്തിൽ വരേണ്ടി വരുന്നു. ആദ്യം സൂക്ഷ്മവതനം രചിക്കേണ്ടതുണ്ട്. അതിനാൽ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇദ്ദേഹം പതീതമായിരുന്നു. 84 ജന്മങ്ങളെടുത്ത് പതീതമായിരിക്കുന്നു. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുകയാണ്. ബാബ തന്നെ ഭാരതത്തിന് സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുന്നു. സ്വർഗത്തിന്റെ രചയിതാവ് ബാബയാണ്. തീർച്ചയായും സ്വർഗത്തിന്റെ സമ്മാനം തന്നെയാണ് നൽകുക. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികൾ ആവുകയാണ്. ഇത് പാഠശാലയാണ്. ഭാവിയിൽ മനുഷ്യനിൽ നിന്ന് 21 ജന്മങ്ങളിലേക്ക് ദേവതയാകുവാൻ വേണ്ടി നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരികൾ ആവുകയാണ്. 21 പടവുകൾ നിങ്ങൾ സുഖം അനുഭവിക്കുന്നു. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ശരീരത്തിന്റെ ആയുസ് പൂർത്തിയാകുന്നതോടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഒരു ശരീരം വിട്ട് രണ്ടാമത്തേത് എടുക്കുന്നു. സർപ്പത്തിന്റെ ഉദാഹരണമുണ്ടല്ലോ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ബാബയ്ക്ക് ആശംസകൾ നൽകുകയാണ്. ബാബ വീണ്ടും നിങ്ങൾക്ക് ആശംസകൾ നൽകുന്നു. നിങ്ങളിപ്പോൾ ദുർഭാഗ്യശാലിയിൽ നിന്ന് സൗഭാഗ്യശാലി ആവുകയാണ്. പതിത മനുഷ്യനിൽ നിന്നും പാവന ദേവത ആവുകയാണ്. ചക്രം വീണ്ടും കറങ്ങുകയാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഇത് പ്രായേണ ലോപിച്ചു പോകുന്നു. സത്യത്തിൽ ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ദുർഗതിയിലാണ്. അതിനാൽ ഈ ജ്ഞാനത്തിലൂടെ ലഭിക്കുന്നു. ബാബ തന്നെ വന്ന് സ്വർഗം സ്ഥാപന ചെയ്യുകയാണ്. സർവരുടെയും സദ്ഗുരു ഒന്നാണ്. ബാക്കി ഭക്തിമാർഗത്തിന്റെ കർമ്മകാണ്ഡത്തിലൂടെ ആർക്കും തന്നെ സദ്ഗതി ഉണ്ടാകുന്നില്ല. എല്ലാവർക്കും പടി ഇറങ്ങുക തന്നെ വേണം. ഭാരതം സതോ പ്രധാനമായിരുന്നു. പിന്നീട് 84 ജന്മം എടുക്കുന്നു. ഇനി നിങ്ങൾ തിരിച്ചു കയറണം. മുക്തിധാമമാകുന്ന സ്വന്തം വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. ഈ പഴയ ലോകം അവസാനിക്കുകയാണ്. ഭാരതത്തെ അവിനാശി ഖണ്ഡം എന്ന് പറയപ്പെടുന്നു. ബാബയുടെ ജന്മസ്ഥാനം ഒരിക്കലും നശിക്കുന്നില്ല. നിങ്ങൾ ശാന്തിധാമത്തിൽ പോയി പിന്നീട് വരും. വന്ന് രാജ്യം ഭരിക്കും. പാവനവും പതീതവും ഭാരതത്തിൽ തന്നെയാണ് ആകുന്നത്. 84 ജന്മം എടുത്തെടുത്ത് പതീതമായി മാറുന്നു. യോഗിയിൽ നിന്ന് ഭോഗി ആകുന്നു. ഇതാണ് ഘോര നരകം.
മഹാദുഃഖത്തിന്റെ സമയമാണ്. ഇപ്പോൾ ഒരുപാട് ദുഃഖം വരാനുണ്ട്. രക്തച്ചൊരിച്ചിലിന്റെ കളിയാണ്. ഇരിക്കെ ബോംബുകൾ വീഴും. നിങ്ങൾ എന്ത് ദോഷം ചെയ്തു? നദികളെല്ലാം നശിച്ചു പോകും. വിനാശത്തിന്റെ സാക്ഷാത്കാരം നിങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ജ്ഞാനത്തിന്റെ വാൾ, അതായത് ജ്ഞാനഖഡ്ഗം ഉണ്ട്. നിങ്ങൾ ബ്രഹ്മാവിന്റെ മുഖവംശാവലി ബ്രാഹ്മണരാണ്. പ്രജാപിതാവും ബാബയാണ്. കൽപ്പം മുൻപും ഇദ്ദേഹം മുഖവംശാവലി ജനിപ്പിച്ചിരുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം വരുന്നു. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങളെ മുഖവംശാവലിയാക്കുന്നു. ബ്രഹ്മാവിലൂടെ സ്വർഗം സ്ഥാപന ചെയ്യിക്കുന്നു. സ്വർഗത്തിലാണെങ്കിൽ ഭാവിയിലാണ് പോകുക. മോശമായ ലോകം അവസാനിക്കാൻ പോവുകയാണ്. പരിധിയില്ലാത്ത ബാബ വരുന്നത് തന്നെ പുതിയ ലോകം രചിക്കുവാനാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉള്ളം കൈയിൽ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. നിങ്ങൾ എല്ലാവരും ദ്രൗപദിമാരാണ്. ശരി, മധുരമധുരമായ തിരികെ കിട്ടിയ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദേവതമാരെക്കാളും ഉയർന്ന നാം സർവോത്തമ ബ്രാഹ്മണരാണ്. ഈ ആത്മീയ ലഹരിയിൽ കഴിയണം. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും ആത്മാവിനെ സ്വച്ഛമാക്കണം. 2. എല്ലാവർക്കും അവതരണത്തിന്റെ ആശംസകൾ നൽകണം. ബാബയുടെ പരിചയം നൽകി പതീതത്തിൽ നിന്നും പാവനമാക്കണം. രാവണ ശത്രുവിൽ നിന്ന് മുക്തമാകണം. വരദാനം: വിസ്താരത്തിന്റെ നിറപ്പകിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്രയാസത്തെ സഹജമാക്കുന്ന സഹജയോഗിയായി ഭവിക്കട്ടെ. ഇപ്പോൾ ബാബയെ നോക്കുന്നതിന് പകരം കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് മുഴുകുന്നു. അപ്പോൾ പല ചോദ്യങ്ങളും ഉൽപ്പന്നമാകുന്നു. സഹജകാര്യവും പ്രയാസമായി അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ സംഭവങ്ങൾ വൃക്ഷമാണ്, ബാബയാണ് ബീജം. വിസ്താരമാകുന്ന വൃക്ഷത്തിനെ കൈകൊണ്ടുയർത്തുന്നവർ ബാബയെ മാറ്റി നിർത്തുകയാണ്. പിന്നെ വിസ്താരം ഒരു വലയായി മാറുന്നു. അതിൽ കുടുങ്ങിപ്പോകുന്നു. സംഭവങ്ങളുടെ വിസ്താരത്തിൽ നിറപ്പകിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അവ അതിന് നേർക്ക് ആകർഷിക്കുന്നു. അതിനാൽ ബീജരൂപമായ ബാബയുടെ ഓർമ്മയിൽ ബിന്ദുവിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളൂ. എങ്കിൽ സഹജയോഗിയായി മാറും. സ്ലോഗൻ: ഞാൻ എന്റേത് എന്ന കലർപ്പിനെ സമാപ്തമാക്കുക തന്നെയാണ് യഥാർത്ഥ സ്വർണമായി മാറുക. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നമായി ഭവിക്കട്ടെ. ഇപ്പോൾ കൂടിച്ചേർന്ന് ഏകമതത്തോടെ സേവനങ്ങളുടെ ഏത് കാര്യത്തെയും ആഘോഷമായി മുന്നോട്ടു കൊണ്ടുപോകൂ. ഓരോ ബ്രാഹ്മണാത്മാവിന്റെയും സഹയോഗത്തിലൂടെ, ശുഭകാമനകളിലൂടെ, ശുഭഭാവനകളിലൂടെ സേവനങ്ങളുടെ ധ്വനി മുഴക്കൂ. അഥവാ വായിലൂടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിലും മനസ്സ് അന്തരീക്ഷത്തിലൂടെ സുഖത്തിന്റെ വൃദ്ധി, സുഖമയ സ്ഥിതിയിലൂടെ സുഖമയ ലോകം ഉണ്ടാക്കാം. എവിടെയും പോകാൻ കഴിയുന്നില്ലെങ്കിൽ, ആരോഗ്യം ശരിയായില്ലെങ്കിൽ വീട്ടിലിരുന്നായാലും ഈ സേവനം ചെയ്യൂ. സേവനത്തിൽ സഹയോഗി തീർച്ചയായും ആകൂ. അപ്പോൾ സർവരുടെ സഹയോഗത്താൽ സുഖമയ ലോകമുണ്ടാകും. ഓം ശാന്തി.